Q Developers ഉപ്പും മുളകും. ഇത് ഞാൻ കുറച്ച് മുന്നേ കുറച്ച് വൈകി പോയിരുന്നു ചേച്ചി. പിന്നല്ലേ ഞാൻ ചോദിച്ചത് എന്താടി പഠിക്കാനും പോവാതെ വീട്ടിലൊരു പണിയില്ലാതിരിക്കുന്ന എല്ലാവർക്കും ഇത് വരും, സ്വാഭാവികം. എടി ഇത് ലാഫിംഗ് തെറാപ്പിയാ. ഇന്നോട് ഞാൻ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ ഇതേപോലെ ചിരിക്കും. This is very good for health, you know? But I think it's not so good for health, എടി നിനക്ക് ഇതിനെ കുറിച്ച് എന്തറിയാം? ചിരി ആരോഗ്യം കൂട്ടും, സൗന്ദര്യം കൂട്ടും, ദീർഘായുസ് കൂട്ടും. അതുകൊണ്ട് ചിരിക്കി. അപ്പടിയാ ചിരിച്ചോണ്ടിരിക്കുക. എടി നമുക്ക് എന്തെങ്കിലും പ്രഷർ ഉള്ള സമയത്തുണ്ടല്ലോ ഒന്ന് മനസ്സൊന്ന് ചിരിച്ചാൽ മതി, ഭയങ്കര റിലാക്സ് ആയിരിക്കും. ആ ചേച്ചി കിടന്ന് ചിരി. ഞാൻ ചിരിക്കല്ലോ, നീയും കൂടെ ചിരി. ചിരിക്ക്. ഈ ഫിലോസഫി നമ്മൾ കേട്ടിട്ടുണ്ട് കുറെ. അറിയാലോ, പിന്നെ ചിരിക്ക് നീ. എന്ത്? This is laughing therapy. എന്ത് കൂടുന്ന എന്റെ കൂടെ ചിരിക്കാൻ? ചിരിക്കേട്ടാ ചിരി. ഇതിനെ മൂളംപാറയിലും കേറ്റില്ല, കുതിരവട്ടത്തും കേറ്റില്ല. എന്തുകൊണ്ട് കേറ്റൂല? ഈ ചിരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എന്തും എവിടെയും കേറ്റും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചിരിച്ചോ. പക്ഷേ ഈ അമ്മമാർക്ക് പറയാറ് പെമ്പിള്ളേരിങ്ങനെ അമിതമായി ചിരിക്കുന്നത് അത്ര നല്ലതല്ല. അമ്മയ്ക്കെല്ലാം എടുത്തിട്ട് എന്തെന്ന് അതല്ല, ഈ പഴയ അമ്മമാർക്ക് പറയായിരുന്നു പെമ്പിള്ളേർ അധികം ചിരിക്കുന്നത് നല്ലതല്ലാന്ന്. എടി അമ്മമാർ അങ്ങനെ പറയാണ്ടെങ്കിൽ അതൊക്കെ ചിരിച്ച് അങ്ങ് തള്ളിക്കളയാ. ഇപ്പൊ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണെങ്കിലും അത് സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതിങ്ങനെ ചിരിച്ചു കളയാ. ചിരി കേട്ടാ ചിരി വായ്പൊളിച്ച് നിക്കല്ലേ. പെണ്ണിനെ കാണാൻ ഇന്നലെ വന്നവർ ചെന്നപ്പോ ഭ്രാന്തി പെണ്ണ്, അവളൊരു പാവം ഭ്രാന്തത്തി പെണ്ണ്. കഷ്ടം. അട്ടാസം പറഞ്ഞ എങ്ങനെയുണ്ട് അട്ടാസം? അമ്മ കേൾക്കുന്നത്? എന്റെ പൊന്നോ, ഞാൻ കേട്ട് മതിയായി ഇങ്ങോട്ട് പോന്നെ. രാവിലെ പത്രം എടുക്കാൻ പുറത്തുനിന്നപ്പോഴേ അവിടെ നിന്ന് ചിരിക്കണം. എന്നെ വിളിച്ചു കൂടെ ചിരിക്കാൻ വേണ്ടിട്ട്. ആര് പറഞ്ഞു കൊടുത്താണോ ഈ ബുദ്ധി? ആര് പറഞ്ഞു കൊടുത്താണെങ്കിലും കുറച്ച് കടുത്തു പോയിട്ടാ. അച്ഛന്റെ ഭാഷ പറഞ്ഞ പെറ്റ തള്ള വായിക്കൂല. ഓരോ വൃത്തിയായിട്ട് വിളിച്ചറിഞ്ഞിട്ട് അച്ഛന്റെ ഭാഷ ഒറ്റ ഇട്ടി വെച്ചാണല്ലോ. അച്ഛൻ തന്നെയാണ് പുതിയ വേഡ്സൊക്കെ ഇവിടെ ഇറക്കുമതി ചെയ്യണത്. ഹലോ. ഒന്നുമില്ലടാ, അത് നീ പറ. അത് ശരിയാവില്ലടാ, എനിക്ക് വരാൻ പറ്റില്ല. ഇല്ലടാ, ഇവിടെ ഇപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലടാ, അച്ഛനും കേശുവൊക്കെ നാട്ടിൽ പോയത്. ഇപ്പം ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ ശരിയാവില്ല. ഇല്ല ഒന്നുമില്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. ശരിയാടാ, ശരി. ഓക്കെ ഓക്കെ അടയാ. പിന്നെ മീറ്റാ. ശരി ശരി. ഇതിനെന്ത് വട്ടാണ് എന്താ? ജെറിച്ചേട്ടൻ തന്നെ വിളിച്ചത്. എന്ത് രാത്രി എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞപ്പോ വീട്ടില് നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രല്ലേ ഉള്ളൂ, ആണേ ഞാനല്ലേ നോക്കണ്ടേ. ശരിയല്ല സംഭവം. ശരിയാണല്ലോ, ആന്തരിയുടെ ചേട്ടൻ മാത്രല്ലേ ഉള്ളൂ അല്ലേ? അത് എനിക്ക് ഇത്ര സംശയം. അല്ല, പുറത്ത് നല്ലൊരു ശബ്ദം കേട്ടാ അയ്യോ അമ്മ നിന്റെ നാക്കിനെ കൺട്രോൾ ചെയ്തോട്ടെ, എന്നെ മേടിക്കുന്നീ. തല്ലുടിക്കില്ലേ രണ്ടെണ്ണം പോയേ. ഞാൻ പോണ്. എന്തമ്മ കല്ലുംകാട്ടി നീല് വഴിയിലിരുന്ന് ചിരിക്കണു. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ പനയിലെടുത്ത് വെച്ച് കഴിക്കാം, ഉറപ്പാ. അമ്മ അമ്മ കാണിച്ചേക്കടി ചെല്ലി. പിന്നെ എനിക്ക് പ്രാന്തല്ലേ അവളുടെ ആ പ്രാന്ത് കാണാൻ. ശരിക്കും ഇപ്പൊ ഇവിടെ പടകാലത്ത് അമ്മൂമ്മ വേണമായിരുന്നു. അമ്മയ്ക്ക് മാത്രമേ ഇവിടെ ഒതുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം പോയിരുന്നപ്പോഴേ കൊറേ കിട്ടി അമ്മയുടെ. ഇതിപ്പോ എങ്ങനെ ഒതുക്കാനാണ്? മുഴുവട്ടായി, നേരത്തെ മുക്കാവട്ട ഉണ്ടായിരുന്നു. എന്തോന്നാ ഇത്? ബാധ കയറിയതായിരിക്കും. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. നീ പോയാലൊന്ന്, ഞാൻ ധൈര്യത്തോടെ പോവാ. ശരിയാവില്ല. അതെ, ചായലുണ്ടാ? അവിടെ പോയി തരാം. ഞാൻ ഇവിടെ നിന്ന് ഇരിച്ചോളാം. ശരിയാവില്ല. അവരവിടുത്തെ എവിടെയെങ്കിലും വെച്ചുണ്ടോ?
എന്തോന്ന് അമ്മ എന്റെ ഇംഗ്ലീഷ് ബുക്ക് കാണില്ലേ? എന്നോട് ചോദിച്ചേക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ ഞാൻ ആരോട് ചോദിക്കും? ആ റോഡിൽ പോയി നിക്കടി, എന്നിട്ട് പോ. ആൾക്കാർ പോകുമ്പോ അവരോടൊക്കെ ചോദിക്കാം എന്റെ ബുക്ക് എന്തേന്ന്. അവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും എന്റെ ബുക്ക് എവിടെയാണ്. വീട്ടുകാർക്ക് അറിഞ്ഞൂടാ എന്റെ ബുക്ക്. വീട്ടുകാർക്കല്ല, നിനക്കറിയാൻ പറ്റില്ല. അവർക്കറിഞ്ഞാലും നിനക്കറിയാൻ പറ്റില്ല നിന്റെ ബുക്ക് എവിടെയാന്ന്. എപ്പോഴുള്ളത് ഇത് തന്നെ. ഞാൻ ഒറ്റയ്ക്ക് തപ്പി കണ്ടുപിടിച്ചു. അമ്മ പോയിക്കോ. എന്തോന്നാടി? എന്റെ ബുക്ക് കാണാനില്ല കേട്ടാ. എടി നിന്റെ അടുത്തൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു ബുക്കൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന്? അനുസരിക്കരുത് കേട്ടാ. നിനക്ക് പ്രായം എത്രയെന്ന് വിചാരം? പിന്നെ പ്രായം 21 പോയട്ടാ. ഞങ്ങളുടെ ബുക്ക് തപ്പി. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ വല്ല ആയിരുന്നെങ്കിൽ ശിവ. ആ പിന്നെ എന്താടി? ഒന്നുമില്ലേ. എന്റെ ചേട്ടൻ ഇങ്ങനെ കളയായിക്കൊണ്ടിരിക്കാതെ എവിടെങ്കിലും പോയി എന്റെ ബുക്കൊന്നും തപ്പി കണ്ടുപിടിച്ചു. എനിക്ക് അതിനെല്ലാം നേരം നിന്റെ ബുക്ക് തപ്പിക്കൊണ്ടിരിക്കാൻ. കണ്ടുപിടിയടി. ആ വന്നു. ഇവിടെ അടുത്ത് ചോദിച്ചേക്ക്, ചിലപ്പോൾ ഇവൾക്ക് അറിയായിരിക്കും നിന്റെ ബുക്ക് എവിടെയാണ്. എന്താ പ്രശ്നം? എന്റെ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് കാണാനില്ല. അതാ പ്രശ്നം. അതാണ് പ്രശ്നം. കൂൾ ബേബി കൂൾ. നീ എന്നെ പോലെ ചിരിച്ചോട് കാമായിട്ട് തപ്പി വെക്കും, അപ്പൊ ബുക്ക് കിട്ടും. ചിരിക്ക്, നന്നായി ചിരി. നിന്റെ പൊട്ടിച്ചിരിയെങ്കിലും കിട്ടാ ബുക്ക് ഓടി വരട്ടെ. ഞാൻ പോവാണ്. ചിരിക്ക് ചിരിക്ക്. ഞാൻ പറഞ്ഞല്ലേ കൂടിപ്പോ. അതാ ശിവ അടങ്ങ് ശിവ. എന്തോ നോക്കണേ? ചിരിക്കമ്മ ചിരി. അമ്മയെ പോക്ക് നോക്കിക്കേ. ദേഷ്യം വന്നല്ലേ നിനക്ക്? അതെന്തുകൊണ്ടാന്നറിയോ? നിനക്ക് ഭയങ്കര ടെൻഷൻ കയറിയിട്ടാ. കാമായിട്ട് ചിരിച്ചോട് തപ്പ്, അപ്പൊ ബുക്ക് കിട്ടും. ഒരു ഭ്രാന്തി. എപ്പോ എന്നെ കൊണ്ട് വയ്യ. ഒരു ദിവസം കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ മാറ്റാതെ വരണേ. ആണോ ചേച്ചി? ചേച്ചി എന്താടി? എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഓടി സൈക്കിളില്ല. ഓടി. ആ പറ. പിന്നെ ജെറി, നീ സൂക്ഷം കണ്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ പ്രോഗ്രാം ക്യാൻസൽ ആവുണ്ടാ. ആ ശരി, ഞാൻ വിളിക്കാന്നാ. ചേട്ടാ ഒന്നുമില്ലടി, ഇവന്മാരിത് കൊളമാക്കും. ചേട്ടനാണോ? ആ ചേട്ടൻ പിന്നെ കൊളാക്കുന്നതിൽ ആശാനാണല്ലോ. നിനക്കെങ്ങനെ അറിയാം? ചേട്ടൻ ഇവിടെ വന്നത് തന്നെ എന്തൊക്കെ മണ്ടത്തര കാണിച്ചു വിട്ടാ. ഞാൻ വരട്ടെ കേട്ടാ. നീ മണ്ടെന്ന് വിളിച്ചാൽ ആരെയും പറഞ്ഞു കൊടുക്കാം. ചേട്ടാ 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 എന്താടി? ചിരിപ്രാന്തി. അമ്മ, പിന്നെ അമ്മ, എനിക്ക് വയ്യ. അത് നോക്ക്. പുറത്തിരുന്നിട്ട് വട്ടത്തി ഇരിക്കണ പോലെ ചിരിച്ചോണ്ടിരിക്കണം. ആൾക്കാരുണ്ട്, എന്ത് പറയും? ആൾക്കാരുടെ എന്ത് പറയാൻ? അവളൊന്ന് ചിരിക്കുകയാണെന്ന് പറയും. അമ്മ ഒന്ന് വിളിക്കും അവളിങ്ങോട്ട്. ലച്ചു, നിനക്ക് വിളിച്ചൂടെ? നീ വിളി. വിളിക്കുന്നു. ആ ശരി. അവളെ വിളിക്കാൻ. ചേച്ചി എപ്പോ? ചേച്ചി അമ്മ വിളിക്കണു. വാ. ഞാൻ നിനിപ്പോ അടിക്കാട്ടോ. ഇതെന്താ പറ്റിയിട്ടുണ്ട്? എന്താ വിളിച്ചേ? ഞാൻ അതിനെ തന്നെ വിളിക്കും. അപ്പൊ അവള് വിളിച്ചെന്ന് പറഞ്ഞ നിന്റെ ഇളി ഇത്തിരി കൂടുണ്ട് കേട്ടാ. നിർത്ത്. എന്ത് ചിരിയാണ് ഏട്ടാ? അവളുടെ ചിരി. എടി നീ അകത്തെങ്ങാനും പോയിരുന്ന ചിരിയടി, വെറുതെ നാണം കെടുത്താതെ. താങ്ക് യു. ഞാൻ അകത്ത് നിന്ന് ചോടാം. യോ രമ്യ ചേട്ടാ. ഇവൾക്ക് എന്താ പറ്റിയത്? എനിക്കെങ്ങനെ അറിയാം? വിട്ടും പക്ഷെ എന്റെ കൺട്രോൾ പോകണ്ടിട്ടാ. നിന്റെ കൺട്രോൾ എന്തിനാടി പോണേ? ഇന്ന് പടിയടി. അവളുടെ കൺട്രോളും ഒരിടത്ത് ഭ്രാന്ത് ചിരി. ഇവിടെ വേറൊരു കുട്ടിപ്പിശാച്. ദൈവമേ. അമ്മ, ഇനിയേ ഞാൻ വെജിറ്റബിൾസ് കഴിക്കാൻ പോവാ. വീട്ടൊക്കെ ഒഴിവാക്കണം. അത് കഴുകിട്ട് കഴിക്കാൻ നിറയെ വിഷമായിരിക്കും. എന്നിട്ട് അമ്മ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടൊന്നും വെക്കണ്ടല്ലോ. വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ. അമ്മ, പടവലത്ത് കഴിക്കാൻ ഞാൻ കുറെ ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കാം അല്ലേ? അവിടെ ചെന്ന് നീ വെജിറ്റബിൾസ് തൊട്ടുപോലും നോക്കാറില്ല. വലിയ കാര്യം പറയാം. അതെങ്ങനെയാണ്? ഈ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ അല്ലേ കറിയായിട്ട് വെക്കണത്. പിന്നെ കുറെ ഇലവർഗ്ഗങ്ങൾ. അത് എങ്ങനെ കഴിക്കാനാണ്? ഇലവർഗ്ഗങ്ങളാണ് കഴിക്കേണ്ടടാ. അതിനകത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഉള്ളത്. ആർക്കറിയാം. അമ്മ നീ ഏറ്റിങ്ങരക്ക് വിളിച്ചു നോക്കിയേ. രാവിലെ അല്ലേ അങ്ങോട്ട് വിളിച്ചത്, പിന്നെ പിന്നെയും വിളിക്കണോ? അല്ല, അവരെങ്ങോട്ടെങ്കിലും പോയിന്റ് പറയണ്ടേ? വല്ല കന്യാകുമാരിക്ക് വന്നാലും. അവ എവിടെ വേണമെങ്കിലും പോകണേ. നീ പോയി പഠിക്കാൻ നോക്ക്. ചേട്ടൻ രാവിലെ പോലെ തുടങ്ങി നല്ല പടി പടി പടിന്ന്
ഞാനും കേശുവും ആരും പറഞ്ഞില്ലെങ്കിലും പഠിക്കാനുള്ള കുട്ടികളാണ്. അതെന്റെ അടുത്ത് പറയണ്ട. ഞാൻ എന്ത് വേണമെങ്കിലും പറയും. ഇപ്പൊ ഇവിടെ അച്ഛനും ഇല്ല കേശുവും ഇല്ല, ഞാനാണ് ഇവിടെ ഇപ്പൊ ഒരൊറ്റ ആണ്. എന്താണ് അപ്പൊ ചിരിയുടെ ഉദ്ദേശം? ഇവരാണ് ആള്. അമ്മ ഇവിടെ ചിരി എനിക്ക് അത്ര പിടിക്കണം കേട്ടോ. ഇവളുടെ ചിരി എനിക്ക് പണ്ടേ പിടിക്കാറില്ല. അമ്മക്ക് എന്റെ ചിരി ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമാണ്. ഏത് സമയം ചിരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കാണല്ലേ. അപ്പൊ ദേഷ്യം വരില്ല, ഈഗോ വരില്ല, അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടാവില്ല. ആയിക്കോട്ടെ, മോള് അപ്പുറത്ത് വരുന്ന ചിരി കേട്ടാ. വന്നെ വിളിച്ചിരിക്കാൻ ഇല്ല, കുറച്ച് ഹോംവർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ശരി. വല്ലാത്തൊരു ചിരിയായിപ്പോ. ഇവൾക്ക് എന്താ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ എന്തിനാ ഇരിക്കണം? കഷ്ടം. എന്തോന്നത് നീലൂതാ? അച്ഛന് ശബ്ദം ചോദിച്ച് മേടിച്ചു പോയാ? പിന്നെ ഇതുപോലത്തെ തവളേന്റെ ശബ്ദമല്ല അച്ഛൻ. അല്ല, ഇവിടെ എന്ത് തപ്പണേ? അച്ഛന്റെ ചെറിയ സ്കൂട്ടർ ഇല്ലേ, അത് നോക്കുക. അല്ല, അതപ്പോ എന്തിനാ അമ്മക്ക്? ആ കിച്ചൺ കബോർഡ് ഇല്ലേ, അതിന്റെ ചെറിയ ഡോറില്ലേ, അതിന്റെ സ്കൂട്ടർ, അതിന്റെ സ്ക്രൂ അടങ്ങിയിരിക്കുക. എനിക്കത് അച്ഛനുള്ളപ്പോ പറഞ്ഞുകൂടായിരുന്നു. അച്ഛൻ ശരിയാക്കി തരില്ലേ? എന്നിട്ട് വേണം അച്ഛൻ അത് ആ ഡോർ ഇങ്ങനെ തന്നെ ഇളക്കി തരാം. പിന്നെ ആശാരിക്ക് 10,000 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ 10,000 രൂപയോ? ഓ 1000 കൊച്ചേ. അമ്മ ചിലപ്പോഴേ ഈ താഴത്തെ കബോർഡിൽ എവിടെ വെച്ചാണോ പറയാൻ പറ്റില്ല, പോകുന്നതിന്റെ തലേന്ന് എല്ലായിടത്തും പൂട്ടി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നീ അലമാരിയിലും വെച്ചാണ്, പറയാൻ പറ്റില്ല. അത് ശരിയാ, ചിലപ്പോ എന്റെ അലമാരി തന്നെ കൊണ്ടുപോക്കും. അപ്പൊ ഞാൻ നോക്കൂലല്ലോ. അച്ഛന് നല്ല ബുദ്ധിയുണ്ട്, പോലെ അല്ല. ഹലോ, എന്തോന്ന് തപ്പണത്? അച്ഛന്റെ സ്കൂട്ടർ ആരാടാ? നോക്കടാ. ഞാനൊന്നുമില്ല. എന്നിട്ടാണ് അച്ഛൻ വന്നിട്ട് ആരാണ് എന്റെ സാധനങ്ങൾ കൈവച്ച് പറഞ്ഞാൽ എന്റെ പേരും കൂടി പറയും, എന്നിട്ട് എനിക്ക് അടി കിട്ടും. നിന്റെ പേരൊന്നും പറയില്ല, ഒന്ന് നോക്ക്. ആളെ വീട് സാമി. അച്ഛൻ പറഞ്ഞ സത്യമാണ് കേട്ടാ. അച്ഛന്റെ തല പറഞ്ഞ അപ്പ അച്ഛന്റെ സാധനങ്ങൾ കൈവെക്കാൻ തുടങ്ങും. ഓ അച്ഛനും മോശമൊന്നുമല്ല, നമ്മളിവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നാ മതി, അപ്പൊ വീട് തിരിച്ചു നോക്കും. ഇങ്ങോട്ട് എന്താ എന്തോന്നാടി കൽക്കരി ട്രെയിൻ സൗണ്ട് ഉണ്ടാക്കി പോണ പോലെ? കൽക്കരി ട്രെയിൻ നല്ല പ്രയോഗം. അയ്യോ പോയിട്ടാ ഫുള്ളും. ചെല്ലടാ, നീ പോയി കൂടെ ചിരിക്കും ചെല്ല്. പിന്നെ എനിക്ക് വട്ടല്ലേ, വട്ടത്തിനൊപ്പം പോയിരുന്നു ചിരിക്കാൻ. എന്തിനാണ് വിഷ്ണു ഒന്ന് തപ്പ്. വിഷ്ണു പോവാന്ന്. പിന്നെ എന്തോ പേടിച്ചത് ചെയ്തിട്ട്. ചേച്ചി വായിച്ചോണ്ട് ചിരിക്കേണ്ടത് കോമിക്സ് ബുക്കാ? ഞാൻ ചുമ്മാ വായിച്ചിരിക്കണതല്ലേ. ചുമ്മാ വായിച്ച് ചിരിക്കും, അതെങ്ങനെ നടക്കും? അതൊക്കെ പറ്റും. ആരെങ്കിലും സങ്കടത്തിൽ നമുക്ക് ചിരി കണ്ടെത്താൻ പറ്റും. അത് പറ്റും, ആരെങ്കിലും സങ്കടത്തിൽ നമുക്ക് ചിരി കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മുടെ വിഷമങ്ങളിൽ നമുക്ക് ചിരി കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കണ്ടത്. അതും ചിരി കണ്ടെത്താൻ പറ്റും. പറ്റുമല്ലോ, പറ്റും. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ഫോണില്ലേ, അത് ഞാനിപ്പോ ഇവിടെ നിലത്ത് എറിഞ്ഞു അടച്ചു കഴിഞ്ഞാൽ ചേച്ചി ചിരിക്കുമല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അത് മനഃപൂർവ്വം താഴെ വീണിട്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അറിയാതെ വീഴുവാണെങ്കിൽ ചിരിക്കാം. ചേച്ചി ഇപ്പൊ ചിരിക്കുന്നത് എല്ലാം ആർട്ടിഫിഷ്യൽ ചിരിയാ. ഓരോ കാര്യത്തിനും ചേച്ചി ആർട്ടിഫിഷ്യൽ ചിരി തള്ളി ഇട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫോൺ പൊട്ടിയാലും ചേച്ചി ആർട്ടിഫിഷ്യൽ ചിരി ചിരിച്ചാ പോരെ, അല്ലാതെ വേറെ. പൊന്നുമോടെ ബുക്ക് ഔട്ടിരിക്കുന്നു, ഇപ്പൊ ഒന്ന് പഠിക്കാൻ നോക്കിട്ടാ. ചേച്ചിയോട് പഠിക്കണേ. ചേച്ചി ഇങ്ങനെ പഠിക്കാതെ വീട്ടിലിരിക്കുന്നവർക്ക് പലതും പറയാം. ആണോ? എന്റെ പൊന്നുമോള് പൊക്കെ, നിന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് ചിരി വരണു. കളിക്കാൻ നിൽക്കില്ല, എന്റെ ഇത് വാങ്ങിച്ചിട്ട് പോകുള്ളൂ ചേച്ചി. ഒരുമാതിരി 2 കൊമ്പും ചൈന കണ്ണും. ഇങ്ങോട്ട് കയറുന്ന അടിക്കാറിയാട്ടല്ലോ. ആരോ തൊണ്ടയിൽ കുത്തിപ്പൊടിച്ചോത്തെ കലകരാമ ശബ്ദവും. ചിരിക്കി ചിരിക്കി. എന്തോന്ന് ഇവിടെ വഴക്കണേ? അമ്മ ഈ ചേച്ചി പറയാ എന്റെ മുഖം കാണുമ്പോഴത്തേക്കും ചേച്ചി ചിരി വരണൂന്ന്.
ചേച്ചിക്ക് അങ്ങനെ മാത്രമല്ല ചിരി. അമ്മ അവിടെ കിടന്ന് ഒറ്റയ്ക്ക് എത്ര കഷ്ടപ്പെട്ടാലും ചേച്ചിക്ക് ചിരി മാത്രമേ വരൂ. അമ്മ എന്തിനാ അമ്മ കഷ്ടപ്പെടണേ? അമ്മയ്ക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലേ? അതുപോലെ തന്നെ ഓഫീസിലെ വർക്ക് ചെയ്യുമ്പോഴും ചിരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ അമ്മ കുറച്ച് റിലാക്സ് ആവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞേക്കണേന്ന് അറിയോ? ആരെങ്കിലും അടിക്കുവാണെങ്കിൽ അത് നമ്മൾ ചിരിച്ചുകൊണ്ട് ചെയ്യണം എന്നാ. അത്രയ്ക്ക് കാമായിട്ട് വേണം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. ലച്ചു, നീ എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വേറെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യൂപ്പോ. ഞാൻ ഡയറിയിൽ നിന്ന് ചിരിച്ചോടാം. പാടി, ഞാൻ നിനക്ക് കുറച്ച് നാക്ക് പറഞ്ഞു. അയ്യോ വേണ്ട, ഞാനെന്നാ ചിരിക്കല്ല ചെയ്യാ, കരയാ ചെയ്യാ. ചിരിനാക്ക് വിട്ടിട്ട് ചെല്ലു ചെല്ലു. വരണേ. ശരി. എന്റെ അമ്മ എന്ത് ജന്മ കഷ്ടം. ചേട്ടാ ചായ കുടിക്ക. കണ്ടാ മനസ്സിലാവണല്ലോ ചായയാണ് കുടിക്കണത്. എനിക്ക് ചായ കിട്ടിയില്ല. ഞാൻ അടുക്കളയിൽ പോയി ചോദിക്കടി. അമ്മ തന്നേരം ഞാൻ കുടിച്ചോളൂ. എന്നാ നീ കുടിച്ചാ. ചേട്ടാ, അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സാധനവും മുമ്പിൽ കൊണ്ട് വെച്ച് തരും. എനിക്ക് മാത്രം അങ്ങനെയൊന്നും ചെയ്തു തരില്ല. വീട്ടിലെ ഇളയ കുട്ടിയോട് ജനിക്കാനേ പാടില്ല. ആര് പറഞ്ഞു? ബാക്കിയുള്ള എല്ലാ വീട്ടിലെ ഇളയ കുട്ടികൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ നിനക്ക് ഈ വീട്ടിൽ അത് കിട്ടില്ല. എന്താണ്? ഈ വൃത്തിയുടെ സ്വഭാവം കാരണം. ഒന്ന് പോയേട്ടാ, ചേട്ടൻ്റെ വൃത്തിയുടെ സ്വഭാവം. ആ, അതുകൊണ്ടാണല്ലോ ഞാൻ കുടിച്ചോണ്ട്. ഓ, എല്ലാരും എത്തിയപ്പോ അവിടെ? അയ്യോ, ബാലു ഇല്ല ഇവിടെ, അതാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അവിടെ? ആ, നോക്കട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ആ ശരി. ആരാമ? ശ്രീരാജ. ശ്രീരാജ മാമനാ? അമ്മയുടെ അല്ല, എൻ്റെ മാമിയുടെ വല്യമ്മ മരിച്ച്. അപ്പൊ അമ്മയുടെ മാമിയുടെ അമ്മയുടെ ചേച്ചി. നമ്മുടെ ചേച്ചിയല്ലേ? 85 വയസ്സുണ്ട് പാവം. അല്ലമ്മ, ഞങ്ങൾ അമ്മൂമ്മനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അമ്മ? അല്ല, അമ്മയുടെ മാമിയുടെ അമ്മയുടെ ചേച്ചി മരിച്ചോ? എത്ര? അമ്മയുടെ മാമിയുടെ അമ്മയുടെ ചേച്ചിയോ? അതായത് അമ്മയുടെ വല്യമ്മ അല്ല, മാമിയുടെ വല്യമ്മ. മാമിയുടെ വല്യമ്മ. അതിനിപ്പോ എന്താ? എത്ര വയസ്സുണ്ട്? 85 വയസ്സ്. 85 വയസ്സുണ്ടാ? അയ്യോടാ, എന്നപ്പോ നമുക്ക് സന്തോഷിക്കല്ലേ വേണ്ട? അമ്മ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഇത്ര നാളും അധികം കിടക്കാണ്ട് മരിച്ചില്ലേ? ഒന്ന് പോലെ പാവം സ്ത്രീയായിരുന്നത്. ഒന്നാമത് ഹസ്ബൻഡ് മരിച്ചിട്ട് കുറെ നാളെ ആരുമില്ല. മാമിയാണ് വല്ലപ്പോഴും പോയി നിൽക്കണേനെ അവിടെ. അതാ ഞാൻ പറയാം, അധികം നമ്മളാരും നൽകിപ്പിക്കാതെ മരിച്ചില്ലേ? സന്തോഷിക്കമ്മ, സന്തോഷിക്ക്, ചിരിക്ക്, 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 ചിരിക്കടി, നീയും ചിരിക്ക്, ചിരിക്കമ്മ. എന്തോന്ന് വെച്ചു ഇത്? എന്തോന്നത്? ഞാൻ തന്നെ നീ ചിരിക്കോ? ചിരിക്കോടി, ചിരിക്കോ, ചിരിക്കോ, ചിരിക്ക്, ചിരിക്കടി, ചിരിക്ക്, ചിരി, ചിരി, ചിരിക്കടി, ചിരി, ചിരി, ചിരിക്കടി, ചിരി, ചിരിക്കടി നീ, ചിരിക്ക്, ചിരിക്ക് നീ, ചിരിക്ക്, ചിരിക്കടി, നിന്ന ചിരി, നിന്ന ചിരി. കൊറേ നേരെ തുടങ്ങിട്ട് അവള്. അവളെ ചിരി എന്തായിരുന്നു കക്ക കക്ക വന്നോട്ട്? എന്താ ഇപ്പൊ പറഞ്ഞില്ലേ നിനക്ക് ചിരി? ഓരോ സമയത്ത് ഓരോ വേഷം കിട്ട അവൾക്ക്. ഇങ്ങനെയുണ്ട്. ആ സ്ഥാനത്ത് കയറി ഇരിക്കരുതാ. ചായ കൊള്ളാം. അതെയാ, ഇന്നത്തെ ഡ്രാമ തീർന്നല്ലോ അല്ലേ? ഇന്ന് ചിരിക്കിനി.